ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഹാപ്പി ബീറ്റ്സ് TV. എല്ലാവർക്കും സുഖമല്ലേ? നമ്മളുടെ ഇന്നത്തെ വീഡിയോ നമ്മളുടെ യൂട്യൂബിൽ കമൻസ് ആയിട്ടും അതുപോലെ തന്നെ പേഴ്സണലായിട്ട് എനിക്ക് വാട്സപ്പിൽ ഒരുപാട് സ്ത്രീകൾ കമൻ്റ് ആയിട്ട് ഇടുന്ന ഒരു ചോദ്യത്തിനുള്ള ഉത്തരമാണ്. സ്തനവലിപ്പത്തിൻ്റെ പ്രശ്നമാണ്. ചിലർക്ക് സ്തനവലിപ്പം ഒട്ടും ഉണ്ടായിരിക്കില്ല. അതല്ലെങ്കിൽ ചില സ്ത്രീകൾക്കാണെന്നുണ്ടെങ്കിൽ പ്രസവശേഷമൊക്കെ വളരെയധികം സ്തനങ്ങൾ ബ്രസ്റ്റ് സാഗിങ് ഉണ്ടാവുന്ന ഇഷ്യൂസൊക്കെ ഉണ്ടാവുന്നുണ്ട്. ഇതിനുള്ള റെമഡിയൊക്കെ ചോദിച്ചിട്ട് എനിക്ക് സ്ഥിരമായിട്ട് മെസ്സേജ് അയക്കാറുണ്ട്. അപ്പോൾ സ്തനവലിപ്പം കൂടുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ സാഗിങ് അയഞ്ഞ ടിഷ്യൂ ഒക്കെ ഉള്ള ബ്രസ്റ്റുകളൊക്കെ നേരെയാക്കാനായിട്ടും സാഗിങ് പ്രശ്നങ്ങളൊക്കെ മാറ്റാനായിട്ടും നമ്മളുടെ സ്തനങ്ങളെയൊക്കെ നന്നായിട്ട് ബലപ്പെടുത്താനായിട്ടും സഹായിക്കുന്ന ഒരു എണ്ണ നമുക്കൊന്ന് പരിചയപ്പെടാം. അതിൻ്റെ ഉപയോഗം കൂടി നമുക്കറിയാം. അപ്പോൾ സ്ത്രീകളിലിപ്പോൾ തീരെ വണ്ണം കുറഞ്ഞ കുട്ടികൾക്കൊക്കെ സ്ത്രീകൾക്കാണെന്നുണ്ടെങ്കിൽ വെള്ളപ്പോക്കോ അല്ലെന്നുണ്ടെങ്കിൽ വിളർച്ച, കൊക്കപ്പുഴു അങ്ങനെയുള്ള എന്തെങ്കിലും ഇഷ്യൂസൊക്കെ ഉണ്ടോ എന്ന് ആദ്യമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ അങ്ങനെയുള്ളവർക്കാണെങ്കിൽ ശരീരം കൂടുതലായിട്ട് മെലിഞ്ഞു വരാം. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും സ്തനവലിപ്പത്തിന് കുറവുണ്ടാവാം. അപ്പോൾ എന്തെങ്കിലും ഇഷ്യൂസ് ഈ പറഞ്ഞ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും അസുഖങ്ങൾ നമുക്കുണ്ടോ എന്നുള്ള കാര്യം ആദ്യം ഒന്ന് അറിഞ്ഞു വയ്ക്കുക. അതായത് മെലിഞ്ഞ ആൾക്കാരുടെ കാര്യമാണ് ഞാൻ പറയണത് കേട്ടോ. അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാച്ചാൽ നമുക്ക് ഒരു ഡോക്ടറെ കണ്ടതിന് ശേഷം നമുക്ക് തീർച്ചയായിട്ടും ഒരു വണ്ണം വയ്ക്കാനായിട്ട് നമുക്ക് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മരുന്ന് കഴിക്കാവുന്നതാണ്. അത് പഞ്ചജീരകൂടം, അതുപോലെ തന്നെ സുകുമാരഘൃതം എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ വിതാര്യാദി ലേഹ്യം ഒക്കെ ഉണ്ട്. അത് ഓരോ സ്പൂൺ വെച്ചൊക്കെ രാവിലെ കഴിക്കാം. അതിൻ്റെ ഏത് രീതിയാണെന്നൊക്കെ ഡോക്ടറെ കണ്ടതിന് ശേഷം അല്ലെങ്കിൽ നമ്മളുടെ ഹെൽത്തിൻ്റെ റിലേറ്റഡ് ആയിട്ട് നോക്കിയതിന് ശേഷം ഡോക്ടർ തീർച്ചയായിട്ടും പറയും. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് കഴിക്കാവുന്നതാണ്. അതല്ലാച്ചാൽ ഞാൻ നമ്മളെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോർമലായിട്ട് നാച്ചുറലായിട്ട് വണ്ണമില്ലാത്ത കുട്ടികൾക്ക് വണ്ണം വയ്ക്കാനുള്ള റെമഡി കൂടി ഇടാം. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നാച്ചുറലായിട്ട് ഫുഡ് കഴിച്ചിട്ട് തന്നെ വണ്ണം വയ്ക്കാം. അപ്പോൾ വണ്ണം വയ്ക്കുന്നതിനോടൊപ്പം തന്നെ നമ്മളുടെ ബ്രസ്റ്റ് സൈസും കൂടുന്നതായിരിക്കും. അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഒരു എണ്ണയാണ്. ഓയിലിൻ്റെ പേരാണ് യുവത്യാദി തൈലം. അപ്പോൾ ഇത് നമ്മൾ പ്രായോഗികമായ ഫലം നൽകുന്ന ഒരു ഓയിലാണ്. ഇത് ഉണ്ടാക്കുന്നത് എള്ളെണ്ണ കൊണ്ടാണ് കേട്ടോ. അതുപോലെ തന്നെ ഇതിൽ മുക്കുറ്റി, മഞ്ഞൾ, എരുമനെയ്യ്, പശുനെയ്യ്, പാല്, വയമ്പ് തുടങ്ങിയ ഔഷധങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊരു ആയുർവേദ ഓയിലാണ്. ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഡെയിലി 2 സ്പൂൺ അത്രയും മാക്സിമം മതി. അതിന് ശേഷം നമ്മൾ ഇത് ചെറുതായിട്ട് ലൈറ്റായിട്ടൊന്ന് ചൂടാക്കുന്ന സ്റ്റൗവിൽ വെച്ചിട്ട് ഡയറക്റ്റ് നമുക്ക് ചെയ്യാം. ലൈറ്റായിട്ടുള്ള ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് വേറൊരു പാത്രം വെച്ചിട്ട് നമുക്ക് ഡയറക്റ്റായിട്ട് ചൂടാക്കി എടുക്കാം. അതല്ലാച്ചാൽ നമുക്ക് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വയ്ക്കുക. അതിൻ്റെ മീതെ നമ്മൾ വേറൊരു പാത്രത്തിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അത് ഡബിൾ ബോയിൽ മെത്തേഡ് രീതിയിൽ നമുക്ക് ചൂടാക്കിയെടുക്കാം. ഏത് രീതിയാണെന്നുണ്ടെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ചൂടോട് വേണം നമ്മളിത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. ഈ 2 സ്പൂൺ നമ്മളെടുത്തിട്ട് ചൂടാക്കിയതിന് ശേഷം നമ്മൾ കുളിക്കുന്നതിന് മുമ്പായിട്ട് നമ്മളുടെ സ്ഥലങ്ങളിൽ മസാജ് ചെയ്ത് കൊടുക്കുക. മസാജ് ചെയ്യാന്ന് വെച്ചാൽ കുറഞ്ഞതൊരു 10 മിനിറ്റെങ്കിലും മസാജ് ചെയ്യുക. ഇപ്പോൾ സാഗിങ് ഇഷ്യൂ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ താഴേന്ന് മുകളിലേക്ക് എന്നുള്ള രീതിയിൽ വേണം മസാജ് ചെയ്യാനായിട്ട്. സാഗിങ് ഇഷ്യൂ ഉള്ള ആൾക്കാർ, അതായത് അയഞ്ഞതും തൂങ്ങിയതുമായ സ്ഥലങ്ങളാണ് ഉള്ളതെങ്കിൽ വളരെ പതിയെ സാവധാനം അധികം പ്രഷർ കൊടുക്കാതെ മസാജ് ചെയ്യുക. ജസ്റ്റ് നമ്മൾ അവിടെ എല്ലാ ഭാഗത്തും ഓയിൽ അപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ മസാജ് ചെയ്യുമ്പോൾ മുകളിലേക്ക് തന്നെ മസാജ് ചെയ്യാനായിട്ടും ശ്രദ്ധിക്കണം. സ്തനവലിപ്പം കൂടാൻ ആഗ്രഹിക്കുന്നവരും അതുപോലെ തന്നെ സൗന്ദര്യത്തിനും വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമുക്ക് കുറച്ച് പ്രഷർ കൊടുത്തിട്ട് നമ്മൾ മുകളിലേക്ക് തന്നെ മസാജ് ചെയ്യാം. ഇത് നമ്മുടെ സ്കിന്നിൽ 30 മുതൽ 1 മണിക്കൂർ വരെ നമ്മുടെ സ്കിന്നിൽ അങ്ങനെ തന്നെ ഇരിക്കണം. അപ്പോൾ 10 മിനിറ്റ്, ഇപ്പം എനിക്ക് 10-15 മിനിറ്റോ നമ്മളുടെ സൗകര്യം അനുസരിച്ച് നമ്മൾ മസാജ് ചെയ്യാൻ നോക്കുക. അത് താഴേന്ന് കുറച്ച് പ്രഷർ കൊടുത്ത് മുകൾ ഭാഗത്തേക്ക് നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ 30 മിനിറ്റ് കുറഞ്ഞത്, അതുപോലെ തന്നെ 1 അവർ വരെ, അതായത് 1 മണിക്കൂർ വരെ നമ്മൾ ത്രൂ ഔട്ട് തേച്ച് അങ്ങനെ തന്നെ ഇരിക്കുക. അതിന് ശേഷം നമ്മൾ നോർമൽ വാട്ടറിൽ കഴുകാം. കഴുകുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ചെറുപയർ പൊടിയോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിക്കാം. സോപ്പ് നമ്മൾ സ്കിന്നിൽ ഉപയോഗിക്കുന്നതിനേക്കാളും നല്ലത് ചെറുപയർ പൊടി എന്തെങ്കിലും തേച്ച് നമ്മൾ അത് വാഷ് ഔട്ട് ചെയ്ത് കളയുന്നതാണ്. അങ്ങനെ സ്ഥിരമായിട്ട് നമ്മൾ ചെയ്യുക. 3 മാസമാണ് ഇതിൻ്റെ സമയം പറയണത്. അപ്പോൾ 3 മാസം കഴിഞ്ഞതിന് ശേഷം ആഴ്ചയിൽ 1-2 തവണയൊക്കെ നമുക്ക് നമ്മളുടെ സമയം പോലെ ഈ ഒരു രീതി നമുക്ക് ചെയ്യാം. ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. 3 മാസത്തിനുള്ളിൽ നമ്മുടെ സ്തനങ്ങളൊക്കെ നന്നായിട്ട് സ്ട്രോങ് ആവാനായിട്ട് സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ സ്തനവലിപ്പം കൂടാനും സഹായിക്കും.
അപ്പോൾ വണ്ണം കുറഞ്ഞ സ്ത്രീകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ 3 മാസം കഴിഞ്ഞിട്ട് ത്രൂ ഔട്ട് ഉപയോഗിക്കണമെന്നില്ല, 1-2 ദിവസമൊക്കെ ഉപയോഗിക്കുക. അതുപോലെ തന്നെ അയഞ്ഞ സ്ഥലങ്ങളുള്ളവരും ഈ ഒരു മെത്തേഡ് തന്നെ ഫോളോ ചെയ്യാം. നമ്മളുടെ സൗകര്യം പോലെ നമുക്ക് സ്ഥിരമായിട്ട് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ 2-3 വട്ടമൊക്കെ ചെയ്യുക. ഇനിയിപ്പം പറ്റില്ല വെച്ചാൽ, നമുക്ക് സമയമൊക്കെ ഇല്ല വെച്ചാൽ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും മസ്റ്റായിട്ടും ചെയ്യുക. ആ രീതി നമ്മൾ ഫോളോ ചെയ്യുന്നതുകൊണ്ട് നല്ല രീതിയിൽ നമ്മളുടെ സ്ഥാന സൗന്ദര്യം നമുക്ക് കീപ്പ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇതിൻ്റെ ഉപയോഗത്തിലൂടെ സ്ത്രീകളുടെ സ്തനവലുപ്പത്തിന് സഹായിക്കുക മാത്രമല്ല, സ്തനഗ്രന്ഥികളെ ശക്തിപ്പെടുത്തുകയും അതുപോലെ തന്നെ അയഞ്ഞ ടിഷ്യൂസൊക്കെ നല്ല സ്ട്രോങ് ആക്കാനായിട്ടും സാഗിങ് പ്രശ്നങ്ങളൊക്കെ പൂർണ്ണമായിട്ടും മാറാനായിട്ടും ഈ ഓയിൽ മസാജ് നമ്മളെ സഹായിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ട് നല്ല റിസൾട്ടുള്ളൊരു ഓയിലാണ്. ട്രൈ ചെയ്ത് നോക്കുക. അത് നമുക്ക് ആയുർവേദ ഷോപ്സിൽ നിന്നൊക്കെ ലഭിക്കുന്നതാണ്. ഓൺലൈൻ പ്രൈസ് വരുന്നത് 200 രൂപയാണ്. ചിലപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ ആയുർവേദ ഷോപ്പിലൊക്കെ കുറച്ചൊരു 10-20 രൂപയൊക്കെ ഡിഫറൻസിലൊക്കെ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു. നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടണും അതുപോലെ തന്നെ ബെൽ ബട്ടണും ഓൾ എന്ന ഓപ്ഷനും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇത്തരം പ്രശ്നങ്ങൾ കൊണ്ട് സങ്കടപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ റിസൾട്ട് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് പുതുമയാർന്ന മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്ക് ഇറ്റ്സ് മീ തനു സൈനിങ് ഓഫ്. ടേക്ക് കെയർ. ബൈ.